PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നത്. സാദിഖ് അലി തങ്ങളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരുപാട് വകുപ്പുകൾ അതിലുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുനമ്പത്തുള്ള വിഷയമായിരുന്നു. മുനമ്പത്തുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, അത് രമ്യമായി പരിഹരിക്കണം അല്ലേ. വഖഫിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഭൂമിക്കോ അതിന് വസ്തുതയ്ക്കോ കേസ് വന്നാൽ പിന്നെ അത് ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് കേരള ഗവൺമെൻറ് മുൻകൈ എടുത്തത് തീർക്കാവുന്നതേ ഉള്ളൂ. അതിനെ ഇതിമ കൊണ്ടുപോയി കെട്ടിയതൊക്കെ വളരെ ദുരുദ്ദേശപരമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലരെ ചെയ്തതാണ്. മതമേലധ്യക്ഷന്മാരൊക്കെ അന്ന് പ്രശ്നം നല്ല നിലക്ക് പരിഹരിക്കണം എന്നുള്ള നിലക്ക് പറയുന്നതാവും. ഇത് നല്ല നിലക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റാൻഡ്. അങ്ങനെ തന്നെയാണ്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ്. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല. അതിൽ മാറ്റമില്ല. ഇതിൽ ഒന്നും രണ്ടും ക്ലോസ് അല്ല, ഒരുപാട് ക്ലോസ് ഉണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ളത്. അവർക്ക് അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് ഉണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ പല ജാതി പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണിത്. അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. നഗരശാന്ത എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സഹകരിക്കും. അല്ല, നമുക്ക് ഇതിനല്ല ഇവിടെ ഇപ്പോൾ നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിരിപ്പോൾ ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ പോയി. നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്നതാണ്. നിയമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രത്യേകം പ്രശ്നം മാത്രം മനസ്സിൽ കണ്ട് പറയണ്ട. കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനെ ഞങ്ങൾ ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോവും. ആ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. അത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് വേറെ, ഇത് വേറെ. മുൻപം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇത് അതിമ കൊണ്ടുപോയി കെട്ടി പൊളിറ്റിക്കൽ പ്രചരണം നടത്തുന്നത് BJPയുടെ ഒരു ആംഗിളാണ്. ആ ആംഗിളിൻ്റെ കൂടെ സ്വാഭാവികമായി മതേതര കക്ഷികൾ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇടതുപക്ഷമായാലും UDF ആയാലും ബില്ലിനെ എതിർക്കുന്നത്. ഭേദഗതി ചെയ്യുന്ന പ്രധാന ക്ലോസുകളിലുണ്ട് അതെടുത്ത് കളയുന്നതാണെന്ന് പറയും. അപ്പോൾ അതെടുത്ത് കളയുന്നതിൽ ശരിക്കും ലോജിക്കലായിട്ടൊരു തകരാറുള്ളതായിട്ട് ലീഗ് വരുന്നില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഒക്കെ നിയമം ഈ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും ഭൂമി, ഞാൻ ചോദിക്കട്ടെ, രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിൽ ഒരു തർക്കം ഏതെങ്കിലും ഈ കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഒരൊറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളാരെങ്കിലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് അതൊരു വിഷയമായിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. അത് ഇടക്കാലത്ത് ഒരു കമ്മീഷൻ വന്ന് റിപ്പോർട്ട് ഉണ്ടാക്കിയൊരു പ്രശ്നം ഉണ്ടാക്കിയവരും തന്നെ, പിന്നെ ഉണ്ടാക്കാനും ഒരു കൂട്ടർ തന്നെ, തീർക്കാതിരിക്കാനും ഒരു കൂട്ടർ തന്നെ. ഇതിനൊക്കെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം, അല്ല വേറൊന്നുമില്ല. ആ വകുപ്പുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ പ്രശ്നം രമ്യമായി ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു. തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയി വകുപ്പാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് അവസാനം വകുപ്പ് മാത്രമല്ല ഒക്കെ നിയമം തന്നെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വെച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിറകിൽ. അല്ലാതൊന്നുമല്ല. ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മുനമ്പ സമരം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ല.
പിന്നീട് ഉണ്ടായത്. അതൊരു കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിഷയമാണ്. അത് അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ഒരു കമ്മീഷനാണ്. അവർ ക്യാബിനറ്റ് കൊണ്ടുപോയി പാസ്സാക്കി ഒക്കെ ബോർഡിന് നിർബന്ധമായിട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാതിരിക്കുന്നതും അവർ തന്നെ. അതാണ് കൊണ്ട് നടക്കുന്നതും എന്ന് പറഞ്ഞ പോലെ. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുൻപ് മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള പ്രതികരണമാണ് വരുന്നത്. എന്താണെങ്കിലും കോടതിയിൽ ഇതിനെതിരെ നിയമപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും പറയുന്നത്.